ദിവ്യകാരുണ്യ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ. ഞാൻ ശോഭ ജോസി, എറണാകുളം ജില്ലയിലെ മുളവുകാട് കാരുണ്യമാത ഇടവക അംഗമാണ്. ഞാൻ ജനുവരി 25-ാം തീയതിയാണ് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ മകള് ധന്യ, എൻ്റെ മൂത്ത മകള്, ഇവൾക്ക് 2023 ജനുവരി 3-ാം തീയതി വൈകുന്നേരം അവൾക്ക് പെട്ടെന്നൊരു തലവേദന വരികയും തലവേദനയെ തുടർന്ന് ഇവളെ ഉടനെ തന്നെ ഞങ്ങൾ എറണാകുളത്തുള്ള ലിസി ഹോസ്പിറ്റലിൽ എത്തിച്ചു. കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഹോസ്പിറ്റലിൽ അവളുടെ അടുത്ത് എത്തുമ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് എൻ്റെ മക്കളെക്കുറിച്ച് കുറച്ചുകൂടെ ഒന്ന് വിശദമായിട്ട് പറയേണ്ടതുണ്ടായത്. എൻ്റെ മക്കൾ 2 പേരും കായിക താരങ്ങളാണ്, അതായത് ഗുസ്തി താരങ്ങളാണ്. അവർ എറണാകുളം ജില്ലയ്ക്ക് വേണ്ടിയിട്ട് ഒത്തിരി മെഡലുകൾ വാങ്ങുകയും കേരളത്തിന് വേണ്ടിയിട്ട് പുറം സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് മത്സരത്തിൽ പങ്കെടുക്കുകയും സമ്മാനങ്ങളൊക്കെ വാങ്ങിയ ആളുകളാണ്. അതായത് ഗുസ്തി എന്ന് പറയുമ്പോൾ മറ്റ് കായികങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ബലവും ശക്തിയൊക്കെ വേണ്ട ഒരു കായികനമാണ്. ഞാനിത് ഇത്രയും വിശദമായിട്ട് പറയാനുണ്ടായ കാരണം ജനുവരി 3-ാം തീയതി ഇവൾക്ക് തലവേദന വന്ന് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാഷ്വാലിറ്റിയിൽ കാണിച്ച സമയത്ത് അത് കഴിഞ്ഞൊരു 5 മിനിറ്റ്, അപ്പോൾ ഈ തലവേദന എന്ന് പറഞ്ഞ് ഒരു അരമണിക്കൂറിനുള്ളിൽ ഞങ്ങൾ അവളെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് കാഷ്വാലിറ്റിയിൽ ഞാൻ ഈ കുഞ്ഞിനെ കാണുമ്പോൾ ഇവളുടെ ഒരു സൈഡ് സ്ട്രോക്ക് വന്നിട്ട് ഒരു വശത്തേക്ക് അവളുടെ ചുണ്ടും കിറിയും കണ്ണും ഒക്കെ ഇങ്ങനെ ഭയങ്കര തട്ടി പോകുന്ന അങ്ങനെ കണ്ടു. അപ്പം ഞാൻ അവളുടെ താടിയിൽ പിടിച്ചിട്ട് മോൻ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് അതിന് മറുപടിയൊന്നുമില്ല. എൻ്റെ കൈയും കൂടെ ശക്തമായിട്ട് ഒരു സൈഡിലേക്ക് പോകുന്ന രീതിയിലാണ് അവൾക്ക് ഒരു സ്ട്രോക്ക് പോലെയൊക്കെ തോന്നിയത്. ഒപ്പം അവളോട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ഡോക്ടർ പറഞ്ഞ അമ്മയാണെങ്കിൽ മോളെ പേര് വിളിക്കുക, അവൾ യാതൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല ഞങ്ങൾ ചോദിച്ചിട്ട്. അപ്പം ഞാൻ ഇവളെ പേര് വിളിക്കുമ്പോൾ ആദ്യത്തെ കുറേ പ്രാവശ്യങ്ങളൊന്നും അവൾ മിണ്ടിയിട്ടില്ല. അതിനുശേഷം കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ മോൻ എന്താ പറ്റിയത് തന്നെയെന്നൊക്കെ വിളിച്ച് ചോദിക്കുമ്പോൾ അവളൊന്ന് ഞരങ്ങ് മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കാഷ്വാലിറ്റിയിലുണ്ടായ ഡോക്ടർ വന്നിട്ട് അവിടെ മറ്റൊരു ന്യൂറോയിലൊരു ഡോക്ടർ വന്ന് അവർ സംസാരിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞത് ഷീ ഈസ് പാർഷ്യലി പാരലൈസ്ഡ് എന്നാണ് പറഞ്ഞത്, അതായത് ഒരു സൈഡ്. അപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ കാണുന്നുണ്ട് എമർജൻസി ഇതിൽ ചെല്ലുമ്പോൾ ഈ ഡോക്ടർ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇത് വെച്ചിട്ട് കാലിൽ, അതായത് നമുക്ക് എന്താ പറ്റിയെന്ന് നോക്കാൻ വേണ്ടി ഓരോ കാലിലും കയ്യിലൊക്കെ അത് വെച്ച് ഇങ്ങനെ വരഞ്ഞു നോക്കുമ്പോൾ അവളുടെ ഒരു സൈഡിലെ കാലിൽ വരയുമ്പോൾ കാലിന് യാതൊരു അനക്കവും ഇല്ല. മറുവശത്തെ കാലിൽ ചെയ്യുമ്പോഴേക്കും അവളുടെ കാല് അവൾ വലിക്കുന്നുണ്ട്. അതായത് ഒരു വശം അവൾക്ക് ചലനശേഷിക്ക് എന്തോ പറ്റിയതുപോലെയും അത് വലത് സൈഡാണോ ഇടത് സൈഡാണോ എന്ന് അപ്പോഴത്തെ വെപ്രാളത്തിൽ ഞാൻ നോക്കിയില്ല, എനിക്ക് അറിയില്ലായിരുന്നു. അതോടൊപ്പം ആ ഒരു സൈഡിലേക്ക് അവളുടെ ഈ ചുണ്ടും മുഖമൊക്കെ കോടിപ്പോവുകയും ചെയ്തു. പരിചയമുള്ളൊരു ഡോക്ടർ കാഷ്വാലിറ്റിയിൽ ഉണ്ടായതുകൊണ്ട് എമർജൻസി ആയിട്ട് MRI സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ് അവളെ MRIയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ പുറത്ത് ഞങ്ങൾ വരാന്തയിൽ നിന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കൂടെ ബൈസ്റ്റാൻഡർ ആരാന്ന് വെച്ചാൽ വേഗം MRI റൂമിനകത്ത് വരണം. അപ്പം കാര്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് സാധാരണ MRI എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയാൽ അതിനൊരു സിഗ്നൽ കൊടുക്കാൻ എന്തോ ഒരു സാധനം ബോളോ അങ്ങനത്തെ എന്തോ ഇവരുടെ കയ്യിൽ കൊടുക്കും MRIക്ക് വിധേയമാകുന്ന ആളുകൾക്ക്. അപ്പോൾ ഇവളുടെ കയ്യിൽ അത് കൊടുത്തിട്ട് കയ്യിൽ നിന്ന് വഴുതി പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞു സിസ്റ്ററെ ഒരു സ്ഥലത്ത് എന്തോ ബുദ്ധിമുട്ടുണ്ടെന്നല്ലേ പറഞ്ഞു, അപ്പം മറ്റേ കയ്യിൽ കൊടുത്തൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് 2 കയ്യിൽ ഞങ്ങൾ വെച്ചിട്ട് 2 കയ്യിൽ നിന്നും ഇവളുടെ ആ കൊടുത്ത സാധനം വഴുതി പോകുകയാണ്. അപ്പോൾ ആരെങ്കിലും ഒരാൾ ബൈസ്റ്റാൻഡർ നിന്നിട്ട് MRI മെഷീനിൽ കയറ്റുമ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കണുണ്ടോ ഇല്ലേന്ന് നിങ്ങൾ ആരെങ്കിലും വന്ന് നോക്കണം എന്ന് പറഞ്ഞു. സാധാരണ MRI എടുക്കുമ്പോൾ ആ പേഷ്യൻറ്റിനെ അല്ലാതെ വേറെ ആരും അതിനകത്ത് കയറ്റൂല, പക്ഷേ ഇത് ഇങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും അകത്ത് വരണം എന്നാണ് പറഞ്ഞത്. ഞാൻ അകത്ത് കയറി ചെല്ലുമ്പോൾ ആ മെഷീനിന് ഒരിത്തിരി പൊക്കമുള്ളതുകൊണ്ട് എനിക്ക് പൊക്കം കുറവായതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് നേരെ നോക്കിയിട്ട് എൻ്റെ മകൾ ചലനമറ്റ് ആ MRI മെഷീൻ്റെ ഉള്ളിലേക്ക് കയറി പോണത് മാത്രം, മുഖത്തിൻ്റെ ഇത്രയും വശം, അതും ഞാൻ എങ്ങനെ നിന്ന് നോക്കണം എൻ്റെ മകളുടെ മുഖത്ത് ശ്വാസം ഉണ്ടോ അനക്കം ഉണ്ടോയെന്ന് എനിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ മെഷീൻ അവർ പറഞ്ഞ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ കൺസോൾ റൂമിലേക്ക് കൈ കാണിച്ച് വിളിച്ചാൽ മതി, ഞങ്ങളപ്പം മെഷീൻ ഓഫ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്നിട്ട് ഒരു 15 മിനിറ്റോളം കഴിഞ്ഞ്, അതായത് ഞാൻ 91-ാം സങ്കീർത്തനം ചൊല്ലി ജപമാല ചൊല്ലി 3 രഹസ്യം ആകുന്ന സമയത്ത് എനിക്ക് ഇവളിങ്ങനെ കിടക്കണത് കണ്ടിട്ട് എനിക്ക് ജപമാല മുഴുവനാക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ മനസ്സിൽ ഈ അതൊരു പെൺകുട്ടിയാണേലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു മകൻ്റെ തുല്യമായിട്ടുള്ള കാര്യങ്ങളാണ് അവൾ ഞങ്ങളുടെ വീട്ടിൽ ചെയ്യുന്നത്.
അതായത് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ രണ്ട് കൈ കൊണ്ട് ആയാസപ്പെട്ട് ചെയ്യുന്ന പണികൾ അവളൊരു കൈ കൊണ്ട് വളരെ, അതായത് ഒരു ആൺകുട്ടിക്ക് പറ്റുന്നതിലും എളുപ്പമായിട്ട് അവൾ അത്രയും ബലവും ശക്തിയുള്ള കുഞ്ഞാണത്. അവൾ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് കഴിഞ്ഞു. അന്ന് അവൾ ഫൈറ്റ് ചെയ്തത്, അവൾ 15 വയസ്സുള്ളപ്പോൾ 25 വയസ്സുള്ള പയ്യൻ്റെ കൂടെ ഫൈറ്റ് ചെയ്ത് റാങ്ക് മേടിച്ചവളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അവളുടെ അന്ന് അതേപോലത്തെ ബലമുള്ള കുഞ്ഞിനെയാണ് ഞാൻ ഈ MRI മെഷീൻ്റെ ഉള്ളിൽ തളർന്ന് കിടക്കുന്നത് കണ്ടത്. ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച്, ഈ ജപമാല തന്നെയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞ എൻ്റെ മാതാവേ, ഞാൻ എപ്പോഴും മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അത് തരണം ഇത് തരണം ഒന്നും ഇതുവരെ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കും, ഒരു രഹസ്യം എൻ്റെ മക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ചിട്ട് ഞാൻ പറയണത്, എൻ്റെ മാതാവേ, എൻ്റെ മക്കളെ വിശ്വാസത്തിൽ ആഴപ്പെട്ട് വിശുദ്ധിയിൽ വളർത്തണം, ആ വിശുദ്ധരായിട്ട് ജീവിക്കണത് കാണാൻ ഞങ്ങൾക്ക് കൃപ തരണം എന്ന് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അതാണ്. അവരെന്ത് നേട്ടം നേടിയാലും എൻ്റെ മക്കൾക്ക് വിശ്വാസമില്ല, വിശുദ്ധിയില്ലെങ്കിൽ പിന്നെ എല്ലാ നേട്ടങ്ങളും കൊണ്ട് യാതൊരു കാര്യമില്ലെന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. ഞാനെന്നാ മിഷനിൽ നിന്നിട്ട് എനിക്ക് എങ്ങി നോക്കിയിട്ട് പോലും എൻ്റെ മകളുടെ മുഖം എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പം ഞാൻ അവിടെ നിന്നിട്ട്, അതായത് MRI റൂമിൻ്റെ ഉള്ളിൽ ആ മിഷ്യൻ്റെ ഭയങ്കര സൗണ്ട്, അത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത സൗണ്ടാണ്. അവർ കൊണ്ടുവന്നൊരു ഇയർഫോൺ വെച്ച് തന്നിട്ട് പറഞ്ഞ്, പരമാവധി ചേച്ചി മോൾക്ക് വേണ്ടിയിട്ടല്ല ഇത് സഹിച്ച് നിൽക്കുക, അത്രയും ശബ്ദം ഉണ്ടെങ്കിലും. ഞാനപ്പോൾ ആ റൂമിൽ നിന്ന് അതിനേലും ശബ്ദത്തിൽ അലറി വിളിച്ചിട്ടാണ്, എൻ്റെ മാതാവെ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, എൻ്റെ മകൾ ഇതുപോലെ ചലനോറ്റ് കിടക്കുമ്പോൾ ആ മിഷൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് എനിക്ക് പറ്റൂല, പക്ഷേ ഇപ്പം മാതാവ് ഇറങ്ങി വന്ന് ഈശോനെ കൂട്ടി വന്ന് എൻ്റെ മകളുടെ അടുത്ത് ആ മിഷൻ്റെ അടുത്ത് വന്ന് നിന്ന് എനിക്ക് മാതാവ് വന്നെന്നുള്ള തെളിവ് തരണം എന്ന് പറഞ്ഞു. 3-ാം രഹസ്യം ചെല്ലി തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ അലറി വിളിച്ച് കരയാനൊക്കെ തുടങ്ങിയത്. ഞാനത് പറഞ്ഞ് കണ്ണടച്ചിട്ട്, എൻ്റെ മാതാവ് നീ വന്നെന്ന് എനിക്ക് തെളിവ് തരണം എന്ന് പറഞ്ഞ അതേ നിമിഷം MRI മെഷീനിൽ ഇവളെ കിടത്തിയേക്കണം. അവൾ ഞെട്ടി, ശരീരം മൊത്തം അനങ്ങത്തക്ക രീതിയിൽ അവൾ ഞെട്ടി എഴുന്നേറ്റു. അപ്പം ഞാൻ കൈകൊണ്ട് പുറകോട്ട് കാണിച്ചപ്പോൾ കൺസോൾ അവിടെ നിന്ന് റൂമിൻ്റെ ഉള്ളിൽ നിന്ന് അവരിറങ്ങി വന്ന് രണ്ടാമത് അവൾ ഇതാക്കിയിട്ട് പറഞ്ഞ്, ചേച്ചി വിഷമിക്കുകയും കരയൊന്നും വേണ്ട, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ, അവളിപ്പോൾ അനങ്ങിയില്ലേ, ശരീരം മുഴുവനും അനക്കി, അവൾ അനങ്ങിയില്ല, ഇനി പേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ നിമിഷം മുതൽ ഞാൻ, എൻ്റെ മാതാവ് എൻ്റെ കൈ പിടിച്ച് ഇത്രയും വലിയൊരു സാക്ഷ്യം പറയാൻ എന്നെ ഇവിടെ നിർത്താൻ ഒരുക്കി ഇതിൻ്റെ തുടക്കമായിരുന്നത്. ഇത് കഴിഞ്ഞ് MRI എടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു, മകളുടെ തലച്ചോറിൻ്റെ ഭാഗത്തായിട്ടൊരു നീർക്കെട്ട് പോലെ കാണുന്നുണ്ട്, ഇവളുടനെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അന്ന് രാവിലെ ഒരുമിച്ച് ഞങ്ങൾ പോയി. അവൾ സെമസ്റ്റർ എക്സാം ഫസ്റ്റ് തുടങ്ങി ആ എക്സാം എഴുതി വന്ന് അത്രയും ആരോഗ്യത്തോടെ ഇരുന്ന കുഞ്ഞാണ്. മണിക്കൂറുകൾക്ക് ശേഷം അവൾ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. 2 ദിവസം അവൾ ICUയിൽ കിടന്നു. ഡിസംബർ 31 ഡിസംബർ 30-ാം തീയതി സംസ്ഥാന ഗാട്ടാ ഗുസ്തി മത്സരം ഫോർട്ട് കൊച്ചിയിൽ വെച്ച് നടന്നതിൽ എൻ്റെ 2 മക്കളും പങ്കെടുത്ത് 2 പേർക്കും നാഷണൽ മത്സരത്തിന് പോകാനായിട്ട് അവസരം കിട്ടിയതുകൊണ്ട് ഇവൾക്ക് സെമസ്റ്റർ എക്സാം തുടങ്ങി. അപ്പോൾ അതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവൾ MG യൂണിവേഴ്സിറ്റിയുടെ നാഷണൽ മത്സരത്തിൽ പോയി വന്നതുകൊണ്ട് ഇവൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, അമ്മ ഞാനിപ്പോൾ നാഷണൽ മത്സരത്തിന് പോയി വന്നതല്ലേ ഉള്ളൂ, എനിക്കിനി എക്സാം ആയതുകൊണ്ട് ഞാൻ ഈ മത്സരത്തിന് പോകുന്നില്ല, അനിയത്തിക്ക് കിട്ടിയിട്ടുണ്ട്, അവൾ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവൾ പോവാതിരുന്നത്. അതായത് ഡിസംബർ 30-ാം തീയതി ഗാട്ടാ ഗുസ്തി മത്സരം എന്ന് പറഞ്ഞാൽ ഫോർട്ട് കൊച്ചി ബീച്ചിലെ മണലിൽ അത്രയും കരുത്തരായ ആളുകളുടെ കൂടെ മത്സരം നടത്തി വിജയിച്ച് വന്ന ഒരാളാണ്. ജനുവരി 3-ാം തീയതിയാണ് ഈ കാര്യങ്ങൾ. ഇവിടെ വന്നിട്ട് ജനുവരി 3-ാം തീയതി വൈകുന്നേരം ആയപ്പോൾ ICUയിൽ ഷിഫ്റ്റ് ചെയ്തു. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞത് ചെറിയൊരു നീർക്കെട്ട് പോലെയുണ്ട്, പേടിക്കേണ്ട കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞത്, അത് നീർക്കെട്ട് കണ്ടിട്ട് ഒരിത്തിരി ബുദ്ധിമുട്ടാണ് തോന്നുന്നത്, അതുകൊണ്ട് നമുക്ക് സ്പൈനൽ ഫ്ലൂയിഡ് എടുക്കേണ്ടി വരും, അത് നടുവിന് ഇഞ്ചക്ഷൻ എടുത്ത് സ്പൈനൽ ഫ്ലൂയിഡ് എടുക്കേണ്ടി വരും, അത് ടെസ്റ്റ് ചെയ്ത് കൊടുക്കണം, എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അത് തുടങ്ങി ഇങ്ങോട്ടൊരു 3-4 ദിവസം ഓരോ തരം ടെസ്റ്റുകളായിരുന്നു. അതായത് ഈ ബ്ലഡ് ടെസ്റ്റും അല്ലെങ്കിൽ ഇതൊക്കെ വെച്ചിട്ട് ഇത്രയും വലിയ ടെസ്റ്റുകളും കാര്യങ്ങളും ഉണ്ടെന്ന് ഞാൻ അന്നാ മനസ്സിലാക്കിയത്. 50,000 രൂപയ്ക്ക് അധികമായിട്ടുണ്ട് പുറത്ത് കൊടുത്തിട്ട്. അത് ഒന്ന് ബോംബെയിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊടുത്തു, വേറൊന്നൊരു പൂനെയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊടുത്തു, പിന്നെ അമൃത ഹോസ്പിറ്റലിൽ കൊടുത്തു, പിന്നെ ഒരു സ്ഥലത്തിൻ്റെ പേരെനിക്കറിയില്ല. അവർ നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് കൊണ്ടുപോവുകയും ചെയ്തു. അതായത് സ്പൈനൽ ഫ്ലൂയിഡ് ചെക്ക് ചെയ്തു, ആൻറ്റിബോഡി ആണോ എന്ന് നോക്കി, ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റത്തിനുള്ള പ്രശ്നമാണോ എന്ന് നോക്കി, വൈറൽ ഇൻഫെക്ഷൻ ആണോ എന്ന് ബോംബെയിലെ വൈറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊടുത്തിട്ടാണ് നോക്കി. ഇതിനെല്ലാം വില കൂട്ടി ടെസ്റ്റുകളായിരുന്നു. ഓരോ ടെസ്റ്റുകളുടെ റിസൾട്ട് വരുമ്പോഴും അതെല്ലാം നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എൻ്റെ സഞ്ചി അവിടെ ഇരിപ്പുണ്ട്. ആ സഞ്ചിയുടെ അകത്ത് എനിക്ക് ലിസി ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് ഒരു കൃപാസനം പത്രം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓരോ റിസൾട്ട് വരുമ്പോഴും മാതാവേ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെക്കണം എന്ന് പറഞ്ഞ് പത്രത്തിൻ്റെ ഉള്ളിൽ മടക്കി അതവിടെ സൂക്ഷിച്ച് വെച്ചിട്ട് ഇത് നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം. അന്നത്തെ റിസൾട്ട് വരുമ്പോൾ ഡോക്ടർ പറയും ഇത് നെഗറ്റീവാണ്, അടുത്ത ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇങ്ങനെ
പലവിധ ടെസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവൾക്ക് ആ ഫിക്സ് പോലെ വന്നതുകൊണ്ട് ഈ മുഖമൊക്കെ കോടിപ്പോയതുകൊണ്ട് അവരൊരു ദിവസം ഒരു നേരം 3 ഇഞ്ചക്ഷൻ വെച്ച് 9 ഇഞ്ചക്ഷനാണ് ഫ്ലൂയിഡ് ആയിട്ടുള്ള ഇഞ്ചക്ഷൻ ഓരോ ദിവസം ചെയ്തുകൊണ്ടിരുന്നത്. അത് 9 ദിവസം എടുക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 8-ാം ദിവസമായപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഇത്രയും ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് ഒന്നും ഇതിൽ നിന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഓരോ ദിവസവും ഈ ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴും ഞാൻ പറയും മാതാവ് ഇതിൽ നെഗറ്റീവായിട്ട് വന്നിട്ടല്ലേ ഇനി എന്താണ് എന്തുകൊണ്ട് ഈ അസുഖം വന്നെന്നറിയാം, അല്ലെങ്കിൽ ഇതിന് മുൻപ് ഇങ്ങനത്തെ എന്തെങ്കിലും രോഗമോ അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളോ ഉള്ള ആളുകളാണെങ്കിൽ നമുക്ക് അതുകൊണ്ടായിരിക്കും വന്നതെന്ന് ചിന്തിക്കാം. അപ്പം ഞങ്ങൾ ഈ ഗുസ്തിക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇത് റിലേറ്റഡ് ഒന്നുമല്ല. അപ്പം ഞാൻ നമ്മളാകെ തലച്ചോറിനൊരു അസുഖം കേട്ടേക്കണത് മെനിഞ്ചൈറ്റീസാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അത് മെനിഞ്ചൈറ്റീസ് അല്ല, എൻസിഫലൈറ്റീസ് പോലെ, അതായത് തലച്ചോറിനുള്ളിൽ നീർക്കെട്ട് രൂപപ്പെടുന്നതാണ്. അതിന് വേണ്ടിയാണ് ഈ ടെസ്റ്റുകളെല്ലാം നടത്തിയത്. ആ ടെസ്റ്റുകളെല്ലാം നെഗറ്റീവായിരുന്നു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞത് അപ്പം ഞാനിതുപോലെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കേണ്ട എൻ്റെ മാതാവ് ഓരോ ടെസ്റ്റ് നെഗറ്റീവായിട്ട് പറഞ്ഞാണ്, ഞങ്ങൾ ഒന്നുമില്ലാത്തവരും പാവപ്പെട്ടവരാണ്, ഞങ്ങൾ ഇതെന്താ ചെയ്യണത് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും കരഞ്ഞ് പ്രാർത്ഥിക്കണം. ആ സമയത്ത് ഹോസ്പിറ്റലിൽ ഞാൻ തനിച്ചായിരുന്നു. എൻ്റെ ഭർത്താവ് 2ാമത്തെ മകളെ നാഷണൽ മത്സരത്തിന് കൊണ്ടുപോകാൻ വേണ്ടി ഹൈദരാബാദിലേക്ക്, ഇവൾക്ക് നിർബന്ധമായിരുന്നു, അവൾ കാരണം ഇളയവളുടെ ഒരു അവസരം നഷ്ടപ്പെടരുതെന്ന് വിചാരിച്ച് ICUവിൽ കാണാൻ ചെന്നപ്പോൾ ഇവൾ പറഞ്ഞ അമ്മ അനിയത്തിനെ വിടണം, മത്സരത്തിന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ഭർത്താവ് അവളെയും കൊണ്ട് ഹൈദരാബാദിന് പോയി. ഹോസ്പിറ്റലിൽ ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ സമയത്തൊക്കെ മക്കളുടെ കാര്യം വരുമ്പോൾ വളരെയധികം വിഷമിക്കുകയും അല്ലെങ്കിൽ ചെറിയൊരു കാര്യം കേട്ടാൽ പോലും കൈയും കാലും വിറയ്ക്കുകയും വിഷമിക്കുകയും ചെയ്യുന്ന എനിക്ക് ഇത്രയും ധൈര്യം ആ സമയങ്ങളിൽ ഇതിനെയൊക്കെ തരണം ചെയ്ത് പോകാനായിട്ട്, അതായത് സ്പൈനൽ ഫ്ലൂയിഡ് എടുക്കണം, ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം എങ്ങനെയാണ് തരണം ചെയ്തതെന്ന് എനിക്കറിയില്ല. എനിക്കുറപ്പുണ്ട് എൻ്റെ മാതാവ് എൻ്റെ കൂടെ കൈപിടിച്ച് നടത്തിയ കാര്യങ്ങളാണിതെന്നൊക്കെ. ICUന്ന് ഷിഫ്റ്റ് ചെയ്തു. ഈ ഇഞ്ചക്ഷനും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഡോക്ടർ അവസാനം പറഞ്ഞു നമുക്കിത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് ഞാൻ മെഡിക്കൽ ട്രസ്റ്റിൽ ശ്രീചിത്രയെന്ന് വന്നൊരു ഡോക്ടറുണ്ട്, വളരെ ഫേമസ് ആണ്, ഞാൻ ആ ഡോക്ടർക്ക് MRI എല്ലാം അയച്ചു കൊടുത്തു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം 2ാമതൊരു MRIയും കൂടി എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ തിരക്കായതുകൊണ്ട് രാത്രി ഒരു 12 മണി 1 മണിയാകുമ്പോൾ പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് 10ാമത്തെ ദിവസം ഇവളുടെ 2ാമത്തെ MRI എടുക്കാൻ ഈ പാതിരാത്രി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അന്ന് പെട്ടെന്ന് വന്ന് വിളിച്ചതുകൊണ്ട് കൊന്ത കയ്യിലെടുത്തില്ല. ഇവളെ MRIക്ക് റൂമിൽ കയറ്റി. അപ്പോൾ ഈ പാരലൈസ്ഡ് ആയെന്നുള്ളത് ഈ മരുന്നുകളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾ എഴുന്നേറ്റ് നടക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോഴും ഡോക്ടർ പറഞ്ഞത് ആൾക്ക് തന്നെ ഒരിടത്ത് എഴുന്നേറ്റ് ഒറ്റയ്ക്ക് പോകാൻ അനുവദിക്കരുത്, പെട്ടെന്ന് എന്തെങ്കിലും തലകറക്കം വന്ന് വീണാൽ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞതുകൊണ്ട് ഇവൾ എഴുന്നേറ്റ് പോകണ പുറകെ നിഴലായിട്ട് ഞാനും കൂടെ എപ്പോഴും ഉണ്ടാവും. അന്നത്തെ ദിവസം MRIക്ക് കൊണ്ടുപോയ സമയത്ത് ഇവളെ MRIക്ക് കയറ്റിയപ്പോൾ അവിടെ വലിയൊരു തിരുഹൃദയത്തിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ. അപ്പോൾ ഏകദേശം 12:45 1 മണി ആകാറായിട്ടുണ്ട്, പാതിരാത്രി. ലിസി ഹോസ്പിറ്റലിൻ്റെ ആ വലിയ വരാന്തയിൽ ഞാൻ കടന്നു വരുമ്പോൾ ഞങ്ങൾ ഉള്ളിലെ വഴിയിൽ ലിഫ്റ്റിൽ പോകുന്നത് കൊണ്ട് ഞങ്ങൾ വരണത് ആരും കണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇവളെ അതിൻ്റെ ഉള്ളിൽ കയറ്റിയപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് വിരൽ വെച്ച് എണ്ണം പിടിച്ച് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചേച്ചി വന്നിട്ട്, ഞാൻ കൃപാസനത്തിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ട്, എനിക്കറിയാമെങ്കിൽ ഇതാണ് പ്രാർത്ഥനയെന്ന് എനിക്കറിയാമെങ്കിൽ പോലും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ബുക്ക് അന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ആ ചേച്ചി എവിടെ നിന്ന് വന്നെന്ന് എനിക്കറിയില്ല. ആ ചേച്ചി വന്നിട്ട് മോൾ എന്താ കരയണേന്ന് ചോദിച്ചു. അമ്മ എൻ്റെ മകൾക്ക് MRI എടുക്കാൻ അകത്ത് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കണ്ണടയില്ലാതെ വായിക്കാൻ പറ്റില്ല, ഞാൻ കണ്ണടയും എടുത്തിട്ടുണ്ടായിരുന്നില്ലെന്ന്. അപ്പം ഞാൻ അവിടെ ഇരുന്ന് രൂപത്തിൽ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചേച്ചി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ പേജ് തുറന്നു വെച്ച് തന്നിട്ട് എന്നോട് പറഞ്ഞു, മോൾ ഇതിരുന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കും, മാതാവ് ഇടപെടും എന്ന് പറഞ്ഞു. ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കണ്ണീരിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന അന്നത്തെ ദിവസം കണ്ണടയില്ലാണ്ട് മുഴുവനായിട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റി. ഞാൻ നിയോഗം പറഞ്ഞത് എൻ്റെ മാതാവ് എൻ്റെ മകളവിടെ കിടക്കണം, മാതാവിൻ്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പാണ്, ഇപ്പം മാതാവ് എൻ്റെ അടുത്ത് തന്നെ ആശ്വസിപ്പിക്കാൻ വന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആ പാതിരാത്രി അവിടെ ഇരുന്ന് ചൊല്ലി പ്രാർത്ഥന ചൊല്ലി നിയോഗം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ ചേച്ചി തിരിച്ചു വന്നിട്ട്, മോളെ ബുക്ക് പ്രാർത്ഥന കഴിഞ്ഞെങ്കിൽ ബുക്ക് തന്നേക്കെന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ടുപോയി. അതാ എവിടെ നിന്ന് വന്നു എന്ന് ആ ചേച്ചി അങ്ങോട്ട് പോയതെന്ന് എനിക്കറിയില്ല. എനിക്കറിയാം എൻ്റെ മാതാവ് എൻ്റെ വിഷമത്തിൽ എന്നെ ആശ്വസിപ്പിക്കാൻ വിട്ടതാണ്. അത് കഴിഞ്ഞ് ആ MRI സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞ് ഈ കൊടുത്ത മരുന്നുകളൊന്നും ഇനിയിപ്പോൾ ആവശ്യമില്ല, അതുകൊണ്ട് ഇവിടെ നിന്ന് നമ്മളിന്ന് ഡിസ്ചാർജ് ചെയ്യുവാണ്, എന്നിട്ട് നാളെ നിങ്ങൾ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഈ റെഫറൻസിനെടുത്ത് ആ ഡോക്ടർ പറഞ്ഞ MRI എടുത്തിട്ടുണ്ട്, ഇതുകൊണ്ട് അവിടെ കാണിച്ചിട്ട് അവിടെ നിന്ന് എന്താണോ പറയണത് അതുപോലെ ചെയ്യേണ്ടി വരും, ഒരു പക്ഷേ ചികിത്സ കുറച്ച് നാളും കൂടെ മുന്നോട്ട് പോകേണ്ടി വരും എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം, അതായത് ജനുവരി 12-ാം തീയതി ഡിസ്ചാർജ് ചെയ്തു. 13-ാം തീയതി ഞങ്ങൾ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ നീർക്കെട്ടൊന്നും അല്ലാതെ അവർ പറഞ്ഞൊരു മെഡിക്കൽ വേർഡ്, ഇത് ഗ്ലയോമ
എന്ന പേരുള്ള വിഭാഗത്തിൽപ്പെടുന്ന ബ്രെയിനകത്ത് ട്യൂമർ പോലെ രൂപപ്പെടുന്നതാണത്. അപ്പോൾ ഇതിന് വേറെ ഇപ്പം എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ നിങ്ങളെ തിരിച്ച് ലിസി ഹോസ്പിറ്റലിലേക്ക് തന്നെ ഒരു സർജൻ ഉണ്ട്, സർജൻ്റെ അടുത്ത് പോകാം. പുള്ളി മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ ഈ ഒരു സർജറി ചെയ്യാൻ മിടുക്കനായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് ആളുടെ നെറുകിലൊത്ത ഭാഗത്തായിട്ട്, അതായത് മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗത്താണ് ആ ചെറിയ 1.5 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള അത് ഇരിക്കുന്നത്. അത്രയും മർമ്മപ്രധാനമായ ഭാഗത്തായതുകൊണ്ട് ആ ഡോക്ടർ മാത്രമേ ആ സർജറിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളുള്ളൂ. അപ്പം നിങ്ങൾ തിരിച്ചങ്ങോട്ട് പോകാൻ പറഞ്ഞ് അതനുസരിച്ച് ഞങ്ങൾ ലിസി ഹോസ്പിറ്റലിൽ 2ാമത് വന്ന് അഡ്മിറ്റ് ആയി. അപ്പോൾ ഈ സംഭവം ഇത്രയും ദിവസം ആയപ്പോഴാണ് ഇവർ ഹൈദരാബാദിലെ മത്സരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എനിക്ക് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എന്നെക്കാളും കൂടുതൽ ആകുലത അവരുടെ അപ്പയ്ക്കാണ്. എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ കേട്ടാൽ പുള്ളിക്ക് വിഷമമാകണത് കൊണ്ട് എനിക്ക് ഇതൊക്കെയാണ് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെന്ന് എനിക്കൊരാളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റിയില്ല. അതായത് ഭർത്താവിനോട് പറയാൻ എനിക്ക് ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ പുള്ളി അത് വിഷമിക്കും, പ്രഷറൊക്കെ കൂടുതലുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളിൽ വിഷമിക്കണുണ്ടെങ്കിലും മറ്റുള്ളവരെയും കൂടി അത് പറഞ്ഞ് വിഷമിപ്പിക്കേണ്ട, ദൈവം ഇടപെടും എന്നുള്ളൊരു വിശ്വാസത്തിൽ 2ാമത് ലിസി ഹോസ്പിറ്റലിൽ പോയിട്ട് ജനുവരി 15-ാം തീയതി അഡ്മിറ്റായി. 16-ാം തീയതി ഡോക്ടർ വന്ന് കണ്ടതിന് ശേഷം പറഞ്ഞു ഇത് നമുക്ക് എമർജൻസി സർജറി ചെയ്യേണ്ട ആവശ്യമുണ്ട്, അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൃപാസനം പത്രം കയ്യിൽ കിട്ടിയതിൽ കൃപാസനം എന്ന് എഴുതിയേക്കുന്ന ഹെഡിങ് ഉണ്ട്. അത് ഞാൻ മുറിച്ചെടുത്തിട്ട് മകളുടെ തലയിൽ ഹെയർ ബാൻഡ് വെക്കണ പോലെ മുടിയുടെ ഇടയിൽ ഞാനത് കൊളത്തി വെച്ചു. ഞാൻ പ്രാർത്ഥിച്ചത് ഇതിനകത്ത് എവിടെയാണ് അസുഖം എനിക്കറിയില്ല മാതാവേ, അത് മാതാവ് തന്നെ സുഖപ്പെടുത്തി കൊടുക്കണമെന്ന്. അന്നേ ദിവസം സാധാരണ ഇവളുടെ നിഴലായിട്ട് ഇങ്ങനെ ഡോക്ടർ സൂക്ഷിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഇവളുടെ നിഴലായിട്ടാണ് ഞാൻ എപ്പോഴും കൂടെ നടക്കുന്നത്. 16-ാം തീയതി രാത്രി ഞങ്ങൾ രണ്ടുപേരും, ഞാൻ കൃപാസനത്തിലെ ഓരോ സാക്ഷ്യങ്ങളൊക്കെ വായിച്ച് ഞങ്ങൾ കിടന്നു. പെട്ടെന്ന് ഞാൻ അപ്പം എൻ്റെ മനസ്സിൽ കൃപാസനത്തിൽ പോകണം, ഉടമ്പടി എടുക്കണം എന്നൊക്കെ മനസ്സുകൊണ്ട് ഡോക്ടർ ഈ സർജറിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഉണ്ട്. ആ സമയത്ത് അന്ന് രാത്രി ഞാൻ എഴുന്നേൽക്കുമ്പോൾ 2:15 രാത്രി. പെട്ടെന്ന് ഞാൻ ഞെട്ടി എഴുന്നേറ്റ് ഞാൻ കാണുന്നത് ഇതുപോലെ ഈ അൾത്താരയ്ക്ക് മുന്നിൽ മാതാവിൻ്റെ മുന്നിലായിട്ട് ഞാനിങ്ങനെ മൈക്ക് പിടിച്ച് നിൽക്കുന്നതാണ് ഞാൻ സ്വപ്നം കണ്ടത്. ആ സമയത്ത് ഞാൻ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് എൻ്റെ മാതാവേ, കാരണം ഞാൻ അതിന് മുന്നേ ഈ കൃപാസനം എന്നുള്ള ഇത് എൻ്റെ മകളുടെ മുടിയുടെ ഇടയിൽ ഞാൻ ഹെയർ ബാൻഡ് പോലെ വെച്ചിട്ട് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഉള്ളിൽ എവിടെയാണ് പ്രശ്നം എനിക്കറിയില്ല, മാതാവ് ഇടപെടാനാണ് പറഞ്ഞത്. ആ സമയത്ത് ഞാൻ ഞെട്ടി എഴുന്നേറ്റ് കട്ടിൽ നോക്കുമ്പോൾ കുഞ്ഞിനെ കാണില്ല. അപ്പം ഞാൻ മോളെ തന്നെ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അമ്മ ഞാൻ ടോയ്ലറ്റിൽ പോയതാണ്, അപ്പോൾ എന്തുകൊണ്ട് എന്നെ വിളിക്കാതിരുന്നതെന്ന് ചോദിച്ചപ്പോൾ അമ്മ നല്ല ഉറക്കത്തിലാണ്, അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത്. അപ്പോൾ ഞാനിത് ചോദിക്കാൻ കാര്യം, ഞാൻ ഈ കൃപാസനത്തിൽ പോകണം എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത് കൊണ്ട് മനസ്സിൻ്റെ തോന്നലാണോ അല്ലെങ്കിൽ സ്വപ്നം കണ്ടതാണോ? പക്ഷേ ഞാനത് സ്വപ്നം കണ്ടതാണ്. ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ മുന്നിൽ നിന്ന് സാക്ഷ്യം പറയണത്. അപ്പം എനിക്ക് ഉറപ്പായി എൻ്റെ മാതാവ് എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. അങ്ങനെ ജനുവരി 19-ാം തീയതി സർജറി ഡേറ്റ് ഫിക്സ് ചെയ്തു. ഇവളെ തിയേറ്ററിനുള്ളിൽ, ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ കയറ്റി കഴിഞ്ഞിട്ട് പാരൻസിനോട് വരാൻ പറഞ്ഞു. ഞാൻ തന്നെയാണ് ഡോക്ടറെ കാണാൻ പോയത്. അപ്പോൾ ഡോക്ടർ ചോദിച്ചത് നിങ്ങൾ ഈ ചെയ്യുന്ന സർജറിക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകളുള്ളതെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ ഇങ്ങനെ 1.5 സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള, അത് നീർക്കെട്ടുമല്ല മുഴയല്ലാത്ത രൂപത്തിലുള്ള എന്തോ ഒന്ന് അവിടെ ഇരിപ്പുണ്ട്, അതെടുത്ത് റിമൂവ് ചെയ്ത് മാറ്റണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയൊന്നും നമുക്കറിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ കമ്പ്യൂട്ടറിൽ ഇവളുടെ ഇരിക്കുന്ന സ്ഥലം കാണിച്ചു തന്നിട്ട് പറഞ്ഞത് ഇതാണ്, വലിപ്പം ചെറുതേ ഉള്ളൂ, പക്ഷെ അത് ഇരിക്കുന്ന സ്ഥലം ഒരിത്തിരി കോംപ്ലിക്കേഷൻ ഉള്ളതാണ്. അവിടെ നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ഞരമ്പിൽ മുട്ടിയാൽ ഇവളുടെ ചലനശേഷിയെയും അവളുടെ ഓർമ്മശക്തിയെയും ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, ഒരു കുഴപ്പവും വരാതിരിക്കാനായിട്ട്. അപ്പം ഞാൻ ഈ കൊന്തം ആ ഡോക്ടറുടെ കയ്യിൽ വെച്ചിട്ട് പറഞ്ഞ് ഇത് ഞാൻ വിളിച്ചാൽ വിളിയേക്കണ മാതാവാണ്, അതുകൊണ്ട് ഈ മാതാവ് അവിടെ വന്ന് നിന്ന് നിങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയും ചെയ്യും, ഈ സർജറി വിജയിക്കുകയും ചെയ്യുന്ന എനിക്ക് ഉറപ്പാന്ന് പറഞ്ഞു. തിരിച്ചാ ഡോക്ടർ പറഞ്ഞത് ചേച്ചിയുടെ വിശ്വാസം ചേച്ചിനെ രക്ഷിക്കട്ടെ. ഞാൻ അത് കഴിഞ്ഞ് കുഞ്ഞിനെ കാണണമെന്ന് ചോദിച്ചപ്പോഴേക്കും ഇവളെ ഫസ്റ്റ് ഇതിൽ നിന്ന് അപ്പുറത്തെ റൂമിലേക്ക്, സർജറിക്ക് മുന്നുള്ള റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ അവളോട് പറഞ്ഞത് മോന് ഇവിടെ നിന്നിട്ട് ഓർമ്മ പോകണത് വരെയും മോൻ കൊന്ത ചെല്ലണം, ഇവിടെ ഉള്ളവർക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, തിരിച്ച് ഓർമ്മ എപ്പോൾ വന്നാലും അപ്പോഴും അതുപോലെ തന്നെ മോൻ കൊന്ത ചെല്ലിയാണ് വേണ്ടത്, വേറെ കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ച് ഞാൻ പോന്ന്. ഞാൻ അവിടുത്തെ ചാപ്പലിൽ പോയിട്ട് ഈശോയ്ക്ക് സാധാരണ രോഗം വരുമ്പോൾ എല്ലാവരും പറയണ കേട്ടിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും പ്രതിസന്ധിയും പ്രശ്നങ്ങളും വരുമ്പോഴേക്കും ദൈവത്തിന് അതിനെക്കുറിച്ച് ഓർത്ത് സ്തുതിച്ച്
നന്ദി പറയണം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പലപ്പോഴും. പക്ഷെ നമ്മൾ ആ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോഴായിരിക്കും ഈ ഇത്രയും വിഷമത്തിൻ്റെ പ്രശ്നങ്ങളുടെ നടുക്ക് നിന്നിട്ട് നമ്മളെങ്ങനെ ദൈവത്തിന് ഈ രോഗത്തെ ഓർത്ത് നന്ദി പറയാന്ന്. പക്ഷെ അന്ന് ഞാൻ അവിടെ വെച്ച് ചിന്തിച്ചത്, ഇത്രയൊക്കെ കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി തന്നപ്പോൾ ഞാൻ എൻ്റെ മകൾക്ക് അസുഖമാണെന്ന് അല്ലെങ്കിൽ ഇതിനുള്ള പൈസ എങ്ങനെ കണ്ടെത്തുന്നു യാതൊന്നും ആലോചിക്കാതെ ഈ രോഗം തന്ന ദൈവത്തിനും സൗഖ്യം തന്ന അനുഗ്രഹിക്കാൻ പോണ ദൈവത്തിനും ഞാൻ നന്ദി പറയുക ചെയ്തത്. സർജറി കഴിഞ്ഞു, 23-ാം തീയതി ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങളെ വിട്ടു. ഞാനപ്പോൾ അവിടെ മാതാവിനോട് അന്ന് ആ രാത്രി സ്വപ്നം കണ്ട അന്ന് ഞാൻ പറഞ്ഞത്, മാതാവേ ഞാൻ ഡിസ്ചാർജ് ചെയ്ത് വന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തേക്കാം. ഞാൻ ഒരു സാക്ഷിയായിട്ട് അമ്മയ്ക്കൊരു സാക്ഷിയായിട്ട് എന്നെയും കൂടെ അനുഗ്രഹിക്കണമെന്നാണ് പ്രാർത്ഥിച്ചത്. ഞാൻ ജനുവരി 2023 ഇന്നലത്തേക്ക് ഒരു മാസമായി ഞാൻ വന്ന് ഉടമ്പടി എടുത്തിട്ട്. 2023 ജനുവരി 25-ാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 30-ാം തീയതി ഡോക്ടറെ സെക്കൻഡ് റിവ്യൂവിന് കാണാൻ പോയ സമയത്ത് ഡോക്ടർ പറഞ്ഞത്, നമ്മൾ ഈ ഇവിടെ ബ്രെയിൻ്റെ ഉള്ളിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്തത് ഈ ഗ്ലയോമ എന്ന് പറഞ്ഞ ട്യൂമറല്ല, അതിനെ ഒരു പേര് പറഞ്ഞത് ഡിസ്പ്ലേഷ്യ എന്നാണ് പറഞ്ഞത്. ആ പേര് അതിനർത്ഥം എന്താണെന്ന് നോക്കിയപ്പോൾ അത് ബ്രെയിനിൻ്റെ ഇതിനുള്ളിൽ കൂടി കിടക്കുന്ന ഒരു വസ്തു എന്നുള്ള രീതിയിലുള്ള അർത്ഥം ഡിസ്പ്ലേഷ്യ എന്നാണ് അതിന് വാക്ക് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ഇനിയുള്ളൊരു കാര്യം, ഇത് ബയോപ്സിക്ക് ലിസി ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ സർജറി ചെയ്തന്ന് വൈകുന്നേരം ബയോപ്സിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് എനിക്കൊരു പരിചയമുള്ള എൻ്റെ ഒരു പരിചയക്കാരി കൊണ്ടുവന്ന് ഇവിടുന്ന് വെഞ്ചരിച്ച ഒരു കാശ് രൂപം തന്ന് ഞാൻ ഈ ബയോപ്സിക്ക് അയക്കാൻ ലിസിയിൽ വെച്ച് തന്ന അതിൽ ഞാൻ ഹസ്ബൻഡും കൂടെ നിൽക്കുമ്പോൾ ഞാൻ ആ കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ചിട്ട്, മാതാവേ ഇതിനുള്ള തീരുമാനം മാതാവ് തന്നെ ആക്കി തരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. 30-ാം തീയതി ജനുവരി 30-ാം തീയതി റിവ്യൂവിന് ചെന്നപ്പോൾ ലിസി ഹോസ്പിറ്റലിൽ പരിശോധിച്ച ആ ബയോപ്സിയിൽ അവർക്കിത് എന്താണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും ഞാൻ 25-ാം തീയതി വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ നമ്മളുടെ കയ്യിലാണ് ബാംഗ്ലൂരുള്ള നിംഹാൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അവിടത്തേക്ക് ഇവളുടെ ഈ ബയോപ്സിക്ക് അയക്കാനുള്ള ബ്ലോക്കും സ്ലൈഡ്സും നമ്മളുടെ കയ്യിൽ തന്നെ തന്നിട്ട് പറഞ്ഞ്, നിങ്ങൾ തന്നെ ഇത് കൊറിയർ അയക്കാൻ പറഞ്ഞു പേയ്മെൻറ്റ് അയച്ചിട്ട്. ഞാൻ ആ സാധനം വീട്ടിൽ കൊണ്ടുവന്ന് ഓരോ ദിവസം കിട്ടുന്ന റിപ്പോർട്ട് കൃപാസനം പത്രത്തിനുള്ളിലാക്കി ഞാൻ എൻ്റെ രൂപത്തിൻ്റെ മുന്നിലാണ് വെച്ചിട്ടുള്ളത്. ഇന്ന് വന്നപ്പോഴും ഞാൻ അതുപോലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഓരോ റിപ്പോർട്ടുകളും. അന്നും ഞാൻ അത് കൊണ്ടുവന്ന് രൂപത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട്, മാതാവേ നീ ഇടപെടണം, ഈശോയോട് കൂടെ എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരണം. പിറ്റേ ദിവസം ഇത് കൊറിയർ അയക്കണ സമയത്ത് ഞാൻ എൻ്റെ ഉടമ്പടി കാശ് രൂപം ആ റിസൾട്ടിൽ അങ്ങോട്ട് ടെസ്റ്റ് ചെയ്യാൻ അയക്കാൻ വെച്ച ആ ബ്ലോക്കിലും സ്ലൈഡ്സിലും വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഒരൊറ്റ വാക്കേ പറഞ്ഞോളൂ, മാതാവേ അവിടെ പോയിട്ട് ഇത് തിരിച്ചു വരുമ്പോഴും ഇതിനകത്ത് എൻ്റെ മകൾക്ക് യാതൊരു അസുഖമില്ല എന്നുള്ളൊരു തെളിവ് വരുമെന്ന് എനിക്കുറപ്പുണ്ട്, എൻ്റെ മാതാവ് അത് ചെയ്യുമെന്ന് എനിക്കുറപ്പുണ്ട്. പക്ഷേ ഇത് തന്നുവിട്ട ഡോക്ടർമാരും ആശുപത്രി അധികൃതരും ഒക്കെ ഇത് അറിയുന്നതിന് വേണ്ടി ഈ കൊറിയർ മാതാവ് തന്നെ ബാംഗ്ലൂർ കൊണ്ടുപോയി മാതാവ് ടെസ്റ്റ് ചെയ്ത് ആ റിസൾട്ട് ഡോക്ടറിന് കൊടുത്തേക്കാനാണ് പറഞ്ഞത്. ഫെബ്രുവരി 8-ാം തീയതി അപ്പോൾ അതിൻ്റെ കൂടെ അയക്കാൻ തന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു കോൺടാക്ട് നമ്പറും മെയിൽ ഐ ഡിയും കൂടെ അതിനകത്ത് ഒരു സ്ലിപ്പിൽ എഴുതി വെച്ചിട്ടാണ് കൊടുത്തത്. അപ്പോൾ അയച്ച പേയ്മെൻറ്റ് ഒരിത്തിരി കുറവായതുകൊണ്ട് അവിടെ നിന്ന് എന്നെ വിളിച്ചു ബാലൻസ് പേയ്മെൻറ്റ് അയക്കാൻ സമയത്ത്. അപ്പോൾ ഞാൻ അയാളോട് റിക്വസ്റ്റ് ചെയ്തു, എനിക്കും കൂടെ ഒരു റിപ്പോർട്ട് അയക്കണം, ഡോക്ടറെ ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലാണ് കാണണമെങ്കിൽ നമുക്കും കൂടെ റിപ്പോർട്ട് വേണ്ടതെന്ന്. അതിന് ഫെബ്രുവരി 2-ാം തീയതി ഡോക്ടർക്ക് റിപ്പോർട്ട് പോയ പോലെ തന്നെ എൻ്റെ മെയിലിലേക്കും അതിനൊരു റിപ്പോർട്ട് വന്നു. അതിൽ പറഞ്ഞത് ഇത് തലച്ചോറിനുള്ളിൽ യാതൊരു ഉപദ്രവവും വരാത്ത രീതിയിലുള്ള എന്തോ ഒരു വസ്തു അടിഞ്ഞുകൂടിയതാണ്. അപ്പോൾ ആദ്യത്തെ മെഡിക്കൽ ടെസ്റ്റിൽ പോയ ഡോക്ടർ പറഞ്ഞത്, ഈ സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നാളുകൾ ഇവൾക്ക് ട്രീറ്റ്മെൻറ്റ് അതിനോടനുബന്ധിച്ചത് ചെയ്യേണ്ടി വരും എന്നാണ് പറഞ്ഞത്. പക്ഷേ 8-ാം തീയതി ഈ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ സമയമാകാത്തത് കൊണ്ട് നമുക്ക് പരിചയമുള്ള വേറൊരു ഡോക്ടർ ഇത് കാണിച്ച് പറഞ്ഞു, ചേച്ചി ഇതിൽ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല, പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞു. ഇന്നലെ ഞങ്ങൾ മിനിയാന്ന് പെട്ടെന്ന് വൈകുന്നേരം ഇവൾക്ക് പിന്നെയും തലവേദന വന്നു. സന്ധ്യ ആയപ്പോൾ ഞങ്ങൾ ലിസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. CT സ്കാൻ എടുത്തു. ആദ്യത്തെ CT സ്കാൻ എടുത്തപ്പോൾ അവർ പറഞ്ഞത് ഈ സൈഡിലായിട്ട് അവൾക്ക് വലത് സൈഡിലായിട്ട് അവൾക്ക് ചെറിയൊരു ബ്ലീഡിങ് പോലെ കാണുന്നുണ്ടെന്ന്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾ രണ്ടാമതൊന്നും കൂടെ CT സ്കാൻ ആൻജിയോ CT സ്കാൻ എടുക്കുകയാണ്. ഞാൻ ആ സമയവും ഉടമ്പടി കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ അവളെ CT സ്കാനിന് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ നിന്ന് മാതാവിൻ്റെ കാശ് രൂപ അവളുടെ തലയിൽ തൊട്ടൊക്കെ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അവളും ഒപ്പം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. CT സ്കാൻ എടുത്തു കഴിഞ്ഞ് ഡോക്ടർ വന്നിട്ട് പറഞ്ഞ്, അത് ബ്ലീഡിങ് ഒന്നും അല്ല കണ്ടത്, അത് കാൽഷ്യം പോലെ എന്തോ ആണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നാളെ ഡോക്ടർ വരുമ്പോൾ നിങ്ങളോട് സംസാരിക്കും എന്ന് പറഞ്ഞ് ഇന്നലെ രാവിലെ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഇതേ സമയത്തൊക്കെ ലിസി ഹോസ്പിറ്റലിലാണ്.
ഇന്നലെ രാവിലെ ഡോക്ടർ വന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു അത് ഈ സർജറി ചെയ്തതിൻ്റെ ബാലൻസ് ആയിട്ട് അവിടെ എന്തെങ്കിലും ഒരു ബ്ലഡിൻ്റെ ഒരു മൈന്യൂട്ട് പാർട്ട് ഇരുന്നത് കൊണ്ട് അങ്ങനെ വേദന ഉണ്ടായതാണ്. അത് അലിഞ്ഞു പോകാനുള്ളൊരു ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ സർജറി ചെയ്തതിനോടനുബന്ധിച്ച് ഈ ബയോപ്സിക്ക് കൊടുത്ത റിസൾട്ടിലും ഇവളുടെ ബാക്കി, അതായത് ആദ്യമേ തന്നെ അവർ കണക്ക് കൂട്ടി വെച്ച പല കാര്യങ്ങളും ഇത് ട്യൂമറാണ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവണതാണ്, കുറേ കാലം ചികിത്സ വേണ്ടി വരും എന്ന് ഈ കാര്യങ്ങളൊക്കെ ഞാനീ പറയണത് എൻ്റെ മകളും എൻ്റെ ഭർത്താവും ഇന്നാണ് ആദ്യമായിട്ട് അറിയണത്. അത് ഇവിടെ ഈ മാതാവിൻ്റെ മുമ്പിൽ വെച്ചാണ് ഇത്രയും പ്രശ്നങ്ങളെയാണ് ഞങ്ങൾ നേരിട്ടോണ്ടിരുന്നതെന്ന് എൻ്റെ ഭർത്താവും എൻ്റെ മകളും ഇപ്പോഴറിയണത്. ഇളയ ആൾക്ക് ഞാൻ ചെറിയൊരു സൂചന കൊടുത്തിട്ടുണ്ടായിരുന്നു, മോനെ ഇങ്ങനെയൊക്കെയാണ്, അപ്പം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ഇളയ മോളുടെ അടുത്ത് അത്യാവശ്യം ചില കാര്യങ്ങൾക്ക് സൂചന കൊടുത്തു. ഇവർ രണ്ടുപേരും ഇത്രയൊക്കെ പ്രശ്നങ്ങളാണെന്ന് ഇപ്പോഴറിയണത്. അപ്പോൾ ഡോക്ടർ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ അതേ ഡോക്ടർ തന്നെയാണ് ഇന്നലെ രാവിലെ 10:30 ആയപ്പോൾ വന്നിട്ട് പറഞ്ഞത് ഈ ടെസ്റ്റ് എല്ലാം ചെയ്തതിൽ യാതൊരു കുഴപ്പമില്ല, ഇത് ഇന്ത്യയിൽ ഇത് 2ാമത്തെ സർജറിയാണ്, ഡോക്ടറുടെ 20 വർഷത്തെ എക്സ്പീരിയൻസിൽ 2ാമത്തെ സർജറിയാണ് ഇങ്ങനെ ചെയ്യണത്, ഇത് ഡിസ്പ്ലേഷ്യ എന്ന് പറഞ്ഞതാണ്. സർജറി ചെയ്തു ജനുവരി 19-ാം തീയതി സർജറി ചെയ്തതിന് ശേഷമാണ് ബയോപ്സിക്ക് അയച്ചത്. അപ്പോൾ ഡോക്ടറുടെ 20 വർഷത്തെ എക്സ്പീരിയൻസിൽ ഇതിനു മുന്നേ രാജസ്ഥാനിലുള്ള ഒരു പയ്യന് ചെയ്തിട്ടുണ്ട്, പിന്നെ 2ാമത്തെ സർജറി ഈ ഒരു വിഷയത്തിന് ചെയ്യുന്നത് ഇവൾക്കാണ്. ഇതിനോടനുബന്ധിച്ച് യാതൊരു പ്രശ്നങ്ങളും അവൾക്കിനി ഭാവിയിൽ ഉണ്ടാകുമില്ല, ഇങ്ങനൊരു അസുഖമേ തന്നെ ഇല്ലെന്നാണ് ഇന്നലെ ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയത്. ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന്, കാരണം ഞാൻ ഇതൊക്കെ പറയുമ്പോഴും എൻ്റെ മകളിപ്പോൾ ഇന്നിങ്ങനെ ആരോഗ്യത്തിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കന്ന് അവിടെ ആ MRI മെഷീൻ്റെ ഉള്ളിൽ